അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ കണ്ടന്റ് ആയിട്ടൊന്നും കൊണ്ടുവന്നില്ല, ഞാൻ വേറൊരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് നമ്മളെ ലൈക്കും കമന്റ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് അപ്പുറത്തുള്ള ബെല്ലും കൂടെ ഒന്ന് അമർത്തിക്കണം, നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളടുത്തേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ ഇത് ലൈവിൽ കണ്ട കാര്യമാണ്. ഇത് എപ്പിസോഡ് ഒന്നും ഇല്ലായിരുന്നു, കള്ളന്മാരായി ഈ ബിഗ് ബോസിലെ ടീമുകളിലെ മൊത്തത്തിൽ. അവന്മാർ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും ഇങ്ങനെ എടുത്തില്ല കേട്ടോ. അവന്മാർ എല്ലാം മോശം ചുമ്മാ ഇരിക്കുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ജാസ്മിൻ്റെ കാര്യങ്ങളൊന്നും ഇടൂല ബിഗ് ബോസ്. പറയുന്ന വേറെ കാര്യങ്ങളൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ജാസ്മിന്റെയും ഗബ്രീന്റെയും വിഷയങ്ങൾ സംസാരിക്കാനേ താല്പര്യമില്ല. അങ്ങനത്തെ ഒരു രീതിയിലൂടെയാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ സംസാരിച്ച് പോകുന്നു സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ സിജോ അവരടുത്ത് പോയിരുന്നിട്ടാണെങ്കിൽ അവരടുത്ത് പറയുമ്പോൾ ജാസ്മിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ജാസ്മിൻ നിങ്ങൾക്ക് ഈ നമ്മുടെ ഗബ്രിയായിട്ട് എങ്ങനെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോളൂ. ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങൾ ഒന്നും പറയാൻ പോകുന്നില്ല. അതങ്ങ് ആ ഒരു സംസാരം നിർത്തും എന്ന് പുള്ളിക്കാരത്ത് ജാസ്മിനോട് പറയണം. പക്ഷെ ജാസ്മിന് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, ഇത് എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ഇവർ വളച്ചൊടിക്കണം. ഒരു കാര്യം പറയണം, ഇഷ്ടമാണെങ്കിൽ ഇവർക്ക് പുറത്ത് എന്താണോ സംഭവിക്കാൻ പോകുന്നത് ആ കാര്യം ഓർത്തിട്ട് ടെൻഷൻ ആവലാതിരിക്കും. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഗബ്രിയുടെ അടുത്ത് നിന്നുള്ള പള്ളുവിളിയും ബഹളവും കേൾക്കണം. ഇവിടെ എങ്ങനെയൊക്കെ തൊടുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ വീണ്ടും സിജോ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ അത് പറയും, അങ്ങനെ ഒന്ന് എന്നിട്ട് പറയും സിജോ ഞാൻ പറഞ്ഞില്ലേ, നീ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് ഇഷ്ടമാവുമായിരിക്കും, പക്ഷെ ഇഷ്ടമല്ലായിരിക്കാം. ഇഷ്ടമാവുമ്പോഴും ഇഷ്ടമല്ലായിരിക്കുമ്പോഴും ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ ഇഷ്ടപ്പെടാൻ ഇത് എന്തരടേ ഇത്? ഒരു മര്യാദ വേണ്ടേ ഇത്? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വഴിക്കങ്ങ് പോകും. നിങ്ങൾ ഇനി അവിടെ പോയി സല്ലപിക്കെ വാഴത്തോപ്പിൽ പോവേ എന്തോണം ചെയ്ത് ആരൊന്നും പറയാൻ പോകില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അല്ല ജാസ്മിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുത്തന്നെ തേച്ചിട്ടൊന്നും ഇരിക്കണേ ഉള്ളൂ. എന്നിട്ട് പറയും ക്ലാരിറ്റി ഇല്ലല്ലോ, ക്ലാരിറ്റി ഇല്ലായ്മയാണല്ലോ നമ്മുടെ ക്ലാരിറ്റി, ഇതൊക്കെയാണ് കോമഡി. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കാണ് ദേഷ്യം വരാത്തത്? എന്നിട്ട് സിജോ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരന് കിട്ടേണ്ട ഉത്തരം കിട്ടുന്നില്ല അവരെ ഭാഗത്ത് നിന്ന്. ജാസ്തി ഇരുന്ന് മെഴുകുകയാണ്. അപ്പുറത്ത് ഗബ്രി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അല്ല മിണ്ടി അവിടെ നിന്ന് കയ്യിൽ നിന്ന് പോകുന്ന വിചാരിച്ചിട്ട് ഒന്നും മിണ്ടാതെ എല്ലാം ജാസ്മിനെ ഏൽപ്പിച്ച് ഇങ്ങനെ മിണ്ടായിരിക്കുകയാണ് ഗബ്രി. അല്ലെങ്കിൽ അവര് പറഞ്ഞുകൂടെ എനിക്ക് ഫ്രണ്ടാണ്, ഇവര് തമ്മിൽ ഭയങ്കര, ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഗബ്രി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറെ ആരുടെ അടുത്തൊന്നും പറയില്ല, എനിക്ക് എല്ലാം ഞാൻ പറയേണ്ട ആളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് പെണ്ണുങ്ങളുടെ ഇത്ര എനിക്ക് ഇവളുടെ കാര്യത്തിൽ ഈ ഒരു വിഷയം ബിഗ് ബോസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് പൊതുജനത്തെ അറിയിക്കണം. ഇത് നിങ്ങൾ ഈ പെണ്ണിനുള്ള പ്രത്യേക പരിഗണനയിൽ എന്തെങ്കിലുമൊക്കെ ഈ പെണ്ണ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് വെറും ഉടായ്പും നുണവർച്ചിലൊക്കെ എടുത്ത് എപ്പിസോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ബിഗ് ബോസ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.